Hi friends, Assalamualaikum. Welcome to my channel. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണ്. ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പം ചട്ടിയില്ല. ഇത് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടും. കാരണം എല്ലാ വീട്ടിലും ഉണ്ണിയപ്പ ചട്ടി ഉണ്ടാകണമെന്നില്ലല്ലോ. ഈ ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കുന്നത് മട്ട അരി കൊണ്ടാണ്. മട്ട അരി 1.5 ഗ്ലാസ് ഞാൻ കുതിർത്തി വെച്ചതാണ്. ഒരു 2-3 മണിക്കൂറോളം കുതിർത്തി വെച്ചതാണ്. ഇനി ഇത് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ശർക്കര ഉരുക്കി അരിച്ച് മാറ്റി വെച്ചതാണ്. അത് ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. വെള്ളം ഒഴിക്കാതെയാണ് അരച്ചെടുക്കുന്നത്. ഞാനൊരു 300 ഗ്രാമോളം ശർക്കര ഉരുക്കി വെച്ചതാണ്. ഇനി ഇത് കുറേശ്ശെ പാർന്നു കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ അരി അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കരുത്. ചെറിയൊരു തരിയോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി അടുത്ത അരിയും കൂടി ഇതുപോലെ അരച്ചെടുക്കാം. രണ്ടാമത് അരച്ചെടുക്കുമ്പോൾ ഇതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3/4 ഗ്ലാസോളം മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ആദ്യം അരക്കുമ്പോൾ ചേർത്തിട്ടില്ല. അപ്പോൾ മിക്സിൻ്റെ ജാറിലോട്ട് അരി മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏലക്കായ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ കുരു മാത്രം ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ പൊടിയാണുള്ളതെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ ഇനി നല്ല ജീരകവും ചേർത്ത് കൊടുക്കണം. അപ്പം ഇനി ഇതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്ത് നേരത്തെ അരച്ചെടുത്ത പോലെ തന്നെ അരച്ചെടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ അരി മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി പാത്രത്തിലോട്ട് മാറ്റി നന്നായിട്ട് മിക്സാക്കി എടുക്കണം. കാരണം ആദ്യം അരച്ചതിൽ മൈദയും ഏലക്കായും ജീരകവും ഒന്നും ഇട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ബാക്കിയുണ്ട്. അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് അധികം ടൈറ്റ് ആവാതെയും അധികം ലൂസാകാതെയും ഇതുപോലെ തന്നെ കിട്ടണം. സാധാരണ ഉണ്ണിയപ്പം ചൂടുമ്പോൾ 3-4 മണിക്കൂറോളം മാവ് മാറ്റി വെക്കലുണ്ടായിരുന്നു. പക്ഷേ ഇത് 1 മിനിറ്റ് പോലും ഞാൻ മാറ്റി വെച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ ചുട്ടെടുക്കുകയാണ്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാക്കൊത്തും എള്ളും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് ചുടുന്നത്. അപ്പം നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു കയ്യിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഉണ്ണിയപ്പം ചുടുമ്പോൾ ഇതുപോലത്തെ ഒരു കയ്യിൽ മതി. ഉണ്ണിയപ്പം ചട്ടി ഇല്ലാത്ത ടെൻഷനേ വേണ്ട. ഇതുപോലത്തെ ഒരു കയ്യിലുണ്ടായാൽ പെട്ടെന്ന് ഒരുപാട് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. ഇതുപോലെ അരി അരച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് ഉണ്ണിയപ്പം ചൂടാം. 1 മിനിറ്റ് പോലും മാവ് മാറ്റി വെക്കണ്ട. നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പം നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയിൽ ചൂടുന്ന അതേ ഷേപ്പിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഫ്രൈ ആയത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം.
അപ്പം ഉണ്ണിയപ്പം മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.